ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റാൽ ചില കാര്യങ്ങൾ ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പല ആളുകളും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ വെറും വയറ്റിൽ ചായ കുടിക്കാറുണ്ട്. ചില ആളുകൾ ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. ചില ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നവരുണ്ട്, ടോയ്ലറ്റിലേക്ക് പോകുന്നവരുണ്ട്. ചില ആളുകൾ ജോഗിങ്ങിന് വേണ്ടി പോകും. ഇങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന പല കാര്യങ്ങളും. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞന്മാർ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, അത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഇത് അവസാനം വരെ കാണണേ. ഈ കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി അറിയിച്ചു കൊടുക്കാൻ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ലൈഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തിനും ആരോഗ്യത്തിനും എതിരായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്നോ അതിന് തെറ്റെല്ലാം അല്ലാഹു തആല നമുക്ക് ആക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയം പല ആളുകളും പല രൂപത്തിലാണ്. ചില ആളുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നേരെ അവർ ബാത്റൂമിലേക്ക്, ചില ആളുകളെന്നല്ല എല്ലാവരും തന്നെ, ഏകദേശം ഭൂരിഭാഗം ആളുകളും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പിന്നെ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്, ടോയ്ലറ്റിലേക്ക് പോവാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആ ബ്രഷ് ചെയ്യാതെ, വായ കഴുകാതെ ചായ കുടിക്കുന്നവരുണ്ട്. ചില ആളുകൾ വെള്ളം കുടിക്കുന്നവരുണ്ട്. ചില ആളുകൾ ജോഗിങ്ങിന് വേണ്ടി പോകുന്നു. അങ്ങനെ പല പല രൂപത്തിലാണ് ജനങ്ങൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റാൽ ചെയ്യുന്നത്, പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള, അതുപോലെ ഇന്നത്തെ കാലത്തുള്ള ചില മനഃശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്ന, ചില ഡോക്ടർമാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി മിക്സാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഒരു 5 കാര്യം നമ്മൾ വിശദീകരിക്കുകയാണ്. ഒരാൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ. നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ സാധാരണ മൊബൈലിൽ അലാറം വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. ഞാനും ഒക്കെ അലാറം വെച്ചിട്ടാണ് സുബഹിക്ക് എഴുന്നേൽക്കാനും തഹജ്ജുദിന് എഴുന്നേൽക്കാനും ഒക്കെ, എന്നെപ്പോലെ നിങ്ങളൊക്കെ എന്താണ് അലാറം വെച്ചിട്ടാണ് കിടക്കാറുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞാൽ 4:30ക്കാണ് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 4:25 ഒരു അലാറം വെക്കും, 4:27 ഒരു അലാറം വെക്കും, 4:30 ഒരു അലാറം വെക്കും, അത് കഴിഞ്ഞ് 4:33 ഒരെണ്ണം വെക്കും, 4:35. ഇങ്ങനെ 5 അലാറമാണ് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഇടവിട്ട് ഞാൻ വെക്കാറുള്ളത്. എൻ്റെ കാര്യം പറയുകയാണ്, നിങ്ങൾക്കത് ഈ മൊബൈലിൽ നോക്കിയാൽ കാണാം. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റൊക്കെ, കാരണം ഇനി ഉറങ്ങിപ്പോയാലോ എന്ന് പേടിച്ചിട്ട്. ഇത് നമുക്ക് ഡോക്ടർമാർ പറയുകയാണ്, ചില ചിന്തകന്മാർ പറയുന്നു, മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു, നമ്മൾ ആദ്യത്തെ അലാറത്തിൽ തന്നെ എഴുന്നേൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ ഈ ആദ്യത്തെ അലാറം വെച്ചിട്ട് പിന്നെ 2ാമത്തെയും 3ാമത്തെയൊക്കെ വെക്കുന്നത് എന്താ, ഈ ഒരുപക്ഷെ ആദ്യത്തെ അലാറം കേട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്ത് ഇനിയും 2-3 മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും കിടക്കും. പക്ഷെ അത് വലിയ അബദ്ധത്തിൻ്റെ കിടത്തമാണ്. കാരണം ഒരുപക്ഷെ ചിലപ്പോൾ അത് പിന്നീട്, അതായത് ഒന്ന് ഉറക്കത്തിന് നമ്മൾ എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നാൽ ചില ആളുകൾക്ക് ഗാഠമായ ഉറക്കത്തിലായി പോകും, പിന്നെ എന്ത് ശബ്ദം കേട്ടാലും എഴുന്നേൽക്കൂല. അപ്പോൾ അതുകൊണ്ട് അലാറം കേട്ടാൽ ഉടൻ തന്നെ നമ്മൾ പരമാവധി എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടക്കുന്ന പരിപാടി, അത് നമുക്ക് എന്താണ്, നമ്മൾ എന്ത് കാര്യത്തിനാണോ അലാറം വെച്ചത്, നമ്മൾ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വെച്ചത്, അത് ഇല്ലാതാക്കി കളയും എന്നതാണ് ഇന്നത്തെ പഠനങ്ങൾ പറയുന്നത്. പണ്ടൊക്കെ പൂവങ്കോഴി കൂകി, എവിടെയോ പൂവങ്കോഴി കൂകിയാൽ തന്നെ, അല്ലെങ്കിൽ ഏതോ സ്ഥലത്ത് ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ തന്നെ ആളുകൾ എഴുന്നേൽക്കുമായിരുന്നു, നമ്മുടെ വല്ലുപ്പന്മാരും വല്ലുമ്മമാരൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളെന്താണ്, അലാറമാണ് വെക്കാറുള്ളത്, ഫോണിൽ അലാറം വെക്കാറുണ്ട്. അപ്പോൾ അത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞെഴുന്നേക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞെഴുന്നേക്കാം, ഒരു 10 മിനിറ്റ് കഴിഞ്ഞെഴുന്നേക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അത് നമ്മളെ നാശത്തിൽ കൊണ്ടുപോയി ചാടിക്കും. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. കുറച്ചുകൂടി കഴിയട്ടെ അതല്ലേ. ഇപ്പോൾ അത് പ്രത്യേകിച്ച് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ ളുഹർ ബാങ്ക് വിളിച്ചു, അസർ വരെ കിടക്കുമല്ലേ സമയം, കുറച്ച് കഴിയട്ടെ. 12:30 ബാങ്ക് വിളിച്ചെങ്കിൽ ഒരു മണിയാവട്ടെ, അല്ലെങ്കിൽ 2 മണിയാവട്ടെ, 3 മണിയാവട്ടെ, കുറച്ച് സമയം കൂടി കഴിയട്ടെ. ഇങ്ങനെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് വിചാരിച്ച് അവസാനം അസർ ബാങ്ക് വിളിച്ചാലും നമുക്കെന്താണ് ളുഹർ നിസ്കരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് ആ സ്വഭാവം വേണ്ട. കുറച്ച് കഴിയട്ടെ എന്ന സ്വഭാവം അത് ചീത്ത സ്വഭാവമാണ്, അതുണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേക്കുമല്ലേ, അപ്പോൾ ആ ദിവസത്തിൻ്റെ തുടക്കം തന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ ആ ദിവസം തന്നെ നമുക്ക് എന്താണ് ഒരു മടുപ്പിൻ്റെ ദിവസമായി മാറും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് അലാറം വെക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് കിടന്നാൽ പിന്നെ ആ ഒരു ദിവസം ഒരു റാഹത്തുണ്ടാവില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മളെല്ലാവരും ചെയ്യാറുള്ള ഒരു പരിപാടിയാണ്, ഈ പറയുന്ന ഞാനും ഒക്കെ, എന്താണ്, നേരെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ പിന്നെ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്. ചിലപ്പോൾ നല്ല മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മളെല്ലാവരും ബാത്റൂമിലേക്ക് പോകും. പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോകരുതെന്നാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് യൂസാതെ, അതായത് 1-2 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ ഒരു അര മിനിറ്റെങ്കിലും നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം. അതായത് ഈ ബാത്റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ, ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്, ഒരു പോസിറ്റീവ് അല്ല, അവിടെ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ എഴുന്നേറ്റ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോവാതെ നമ്മൾ കിടക്കുന്ന റൂം, ആ റൂമിൻ്റെ ജനലൊന്ന് തുറന്നിടാം. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കിടക്കുന്ന ആ പായ, അല്ലെങ്കിൽ ബെഡോ, അല്ലെങ്കിൽ ആ പുതപ്പ്, അതൊന്ന് മടക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാത്റൂമിലേക്ക് പോവാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇന്ന് മുതൽ ചെയ്തു നോക്കുക. എൻ്റെ പൊന്നുസ്താദ്, ഇതിനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റൂല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഡോക്ടർമാരൊക്കെ ഇന്ന് സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ബാത്റൂമിലേക്ക് പോരും. എന്തെങ്കിലും മറ്റ് മറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ജനൽ തുറന്നിടാം, അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന പായൊന്ന് നേരെയാക്കാം, ബെഡൊന്ന് നേരെയാക്കാം, അല്ലെങ്കിൽ തലങ്ങനെ ഒന്ന് നേരെ വെക്കാം, പുതപ്പൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഇതിലെല്ലാം ഉപരിയായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സുന്നത്ത്, നമ്മൾ ആദ്യം പറയേണ്ടത്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട് അല്ലേ. ആ ദിക്ർ നമുക്ക് എല്ലാവർക്കും അറിയാം. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ പറയുക, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഇതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ പറയേണ്ടത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. എന്താ അതിൻ്റെ അർത്ഥം? ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും. ഇതാണ് ആ ദുആഇൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്രയോ ആളുകളാണെന്നറിയോ ഈ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു. സൈലന്റ് അറ്റാക്ക് ഉണ്ടാകുന്നു അല്ലേ, സ്ട്രോക്ക് വരുന്നു. എത്രയോ ആളുകളാണ്. ഭാര്യ മരിച്ചു കിടക്കുന്നത് ഭർത്താവ് അറിയുന്നില്ല. തൊട്ടടുത്ത് കിടക്കുന്ന ആളുകളാ. ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നത് ഭാര്യ അറിയുന്നില്ല. മക്കൾ മരണപ്പെട്ട് കിടക്കുന്നത് മാതാപിതാക്കൾ അറിയുന്നില്ല. ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ ഉറക്കത്തിൽ സംഭവിക്കുന്നു. ആ ഉറക്കത്തിൽ മരിപ്പിക്കാതെ അൽഹംദുലില്ലാഹ് പുതിയൊരു ജീവിതം അള്ളാഹു ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി തന്നല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഈ ദുആ നമ്മൾ മറന്നു പോകരുത്. അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ കാര്യം പറഞ്ഞു. പിന്നെ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. നമ്മൾ മൂന്നാമത്തെ കാര്യത്തിൽ തന്നെയാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഇതെൻ്റെ വലത് ഭാഗം വലത് കൈ കുത്തിയിട്ട് എഴുന്നേൽക്കുക. വലത് ഭാഗം കൊണ്ട് എഴുന്നേൽക്കൽ അത് പ്രത്യേകം സുന്നത്താണ്, ശരീരത്തിന് നല്ലതാണെന്നാണ്. വലത് ഭാഗം കൊണ്ട് എഴുന്നേൽക്കുകയും അതോടൊപ്പം തന്നെ ഈ ദുആ പറയുകയും ചെയ്യുക. ഇനി നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നമ്മുടെ ഉറക്കത്തിൽ നമ്മൾ പല രൂപത്തിലായി, ചില ആളുകൾ കമന്ന് കിടക്കും, ചില ആളുകൾ നേരെ കിടക്കും, ചില ആളുകൾ ചരിഞ്ഞ് കിടക്കും.
നമ്മൾ ഉറക്കത്തിൽ നമ്മളുടെ കൈ, ഈ രണ്ട് കൈ എവിടെയെല്ലാം പോയി ചൊറിയുന്നുണ്ട് എന്ന് നമുക്ക് ഒരു നിശ്ചയവുമില്ല. ചില ആളുകൾ തല ചൊറിയും, ചിലപ്പോൾ കഴുത്ത് ചൊറിയും, കക്ഷം ചൊറിയും, ചിലപ്പോൾ ഗുഹ്യഭാഗം ചൊറിയും, അല്ലെ കാലിൻ്റെ അവിടെ ചൊറിയും. ഇവിടെ ശരീരം മുഴുവനും നമ്മളെ രാത്രി നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കോടി ഇറക്കും. ചിലപ്പോൾ കൊതുക് കൊണ്ട് ഒരറ്റടി, അപ്പോൾ കൊതുകിൻ്റെ ചോര, രക്തം നമ്മുടെ കയ്യിലുണ്ടാകും. അങ്ങനെ എന്താ പറയുക, നമ്മുടെ കൈ പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നജസ് പറ്റാൻ, ചിലപ്പോൾ നമ്മൾ ഈ ഉറക്കുന്ന സമയത്ത് ഈ ഉറക്കത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ എന്താ പറയുക ഉമിനീരുണ്ടല്ലോ, അത് നജസ്സാണ്. ചിലപ്പോൾ അത് നമ്മൾ തുടച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ, കയ്യിൽ നജസ്സാണ് പറ്റുന്നത്, അഴുക്കാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ബ്രഷ് എടുക്കുന്നു. ബ്രഷ് ഇങ്ങനെ വെള്ളം വെച്ച് ഇങ്ങനെ കഴുകുന്നു. കുറച്ച് വെള്ളം നമ്മൾ ആദ്യം കയ്യിലെടുത്തിട്ട് വായിലേക്ക് വെക്കുന്നു. അപ്പോൾ രാത്രി നമ്മൾ ചൊറിഞ്ഞതും കൊതുകിനെ അടിച്ചതും അവിടെ മാന്തിയതും ഇവിടെ മാന്തി എല്ലാ നജസ്സും നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് വെള്ളം എടുത്തിട്ട് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ അൽഹംദുലില്ലാ നജസോട് നജസായി മാറി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് കഴുകുന്നതിന് മുമ്പ്, വായ കഴുകുന്നതിന് മുമ്പ്, മുഖം കഴുകുന്നതിന് മുമ്പ് നല്ലതുപോലെ കൈ രണ്ടും കഴുകണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. കൈ രണ്ടും നല്ലതുപോലെ കഴുകണം. പാറ്റ ഉണ്ടാവാം, പാറ്റേനെ തൊട്ടിട്ടുണ്ടാവാം. ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ, അയാളുടെ ശരീരത്തിൽ നമ്മൾ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവാം. കാരണം ഉറക്കത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് പോലും ഒരു ബോധം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാകും, നമ്മുടെ കയ്യിലൂടെ ചിലപ്പോൾ പാറ്റയോ എലിയോ പല്ലിയൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെയൊക്കെ അഴുക്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ കൈ കഴുകിയിട്ടാവണം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബ്രഷ് എടുക്കാനും അതുപോലെ തന്നെ വായ കഴുകാനും അതുപോലെ തന്നെ മുഖം കഴുകാനും പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, വുളു എടുക്കുന്ന സമയത്ത്, വുളു എടുത്തതിന് ശേഷം, ഇപ്പോൾ നമ്മൾ സുബഹിക്കൊക്കെ വുളു എടുക്കില്ലേ, എഴുന്നേറ്റ ഉടൻ തന്നെ ചിലപ്പോൾ സുബഹിസ്കരിക്കാൻ നമ്മൾ വുളു എടുക്കും. വുളു എടുക്കുന്ന സമയത്ത് വുളുവിന് ശേഷം ഒരു അല്പ വെള്ളം കുടിക്കൽ പ്രത്യേകം സുന്നത്താണ്. വെറും വയറ്റിൽ വെള്ളം കുടിക്കൽ നല്ലതാണ് എന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ, വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് കുറച്ച് ഡോക്ടർമാർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമുക്ക് വുളുവൊക്കെ എടുത്ത് കഴിഞ്ഞ് ഒരു കാരക്ക ഈത്തപ്പഴം കഴിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ലൊരു ഭക്ഷണം ഉള്ളിലേക്ക് ചെന്നിട്ട് വെള്ളം കുടിച്ചാൽ അത് വലിയൊരു ഖൈറാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ വി രൂപത്തിൽ നമ്മുടെ ശരീരമാവൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുവാണ്, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, എന്നിട്ട് നമ്മുടെ രണ്ട് കൈയും ഇങ്ങനെ എടുത്തിട്ട് എന്ന് പറയും, ഇങ്ങനെ ആവൂലേ, നമ്മൾ നെളിയൂലേ, അങ്ങനെ നെളിയിൽ നല്ലതാണ്. അതായത് വി രൂപത്തിൽ ശരീരം ഒരു വി രൂപത്തിൽ മാതൃകയിൽ സ്ട്രെച്ച് ചെയ്യുന്ന പരിപാടി, അത് നല്ലതാണ്. അതായത് നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഉന്മേഷം ഉണ്ടാവാൻ നല്ലതാണെന്ന്. അപ്പോൾ ഏകദേശം ഒരു 5 കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആരുടെയും കുറ്റം കുറവും പറയല്ലേ കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചില ഭർത്താക്കന്മാരുണ്ട്, അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ചിലപ്പോൾ ബാത്റൂമിൽ ചെല്ലുമ്പോഴായിരിക്കും വെള്ളം ഉണ്ടാവില്ല, പിന്നെ അവിടെ കിടന്നിങ്ങനെ ഭാര്യ കുറ്റം പറയും, അല്ലെങ്കിലും നീ ശ്രദ്ധിക്കൂല, അല്ലെങ്കിലും മോട്ടർ ഇടൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാവിലെ തന്നെ ഒരു നെഗറ്റീവ് എനർജി സ്വന്തം ഉണ്ടാക്കുന്നു, മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അതുണ്ടാവാൻ പാടില്ല. ഒച്ചപ്പാടും ബഹളവും. രാവിലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ആരെയും കുറ്റം പറയാതിരിക്കുക. അടുക്കളയിൽ ചിലപ്പോൾ പാത്രം കഴുകാതെ ഭാര്യ തലേന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുക. ബ്രഷ് കാണുന്നില്ല, അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുക. മോട്ടറിൽ വെള്ളമില്ല, അതിൻ്റെ പേരിൽ ഒച്ചപ്പാടും ബഹളം. അതൊന്നും ഉണ്ടാക്കരുത്. കാരണം ആ ദിവസം തന്നെ, അന്നത്തെ ദിവസം തന്നെ ഒരു ബർക്കത്തില്ലായ്മയുടെ ദിവസമായിരിക്കും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. പിന്നെ എല്ലാത്തിലും ഉപരിയായി പറയട്ടെ, ഒരു ദിവസം ഒരു മനുഷ്യൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ സുബഹി നമസ്കാരം ഖളാ ആക്കരുതേ, ആക്കിയാൽ അന്നത്തെ കാര്യം പിന്നെ അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നൊരു ബറക്കത്തുണ്ടാവില്ല. അള്ളാഹു തആല നമുക്ക് ആക്കുമാറാവട്ടെ. പഠിച്ചോനെ, നിസ്കാരം നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ പറഞ്ഞ് എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും റബ്ബേ അള്ളാഹു എന്നീ തൗഫീക്ക് നൽകണേ, നിസ്കാരം കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ ഏകദേശം 5 അല്ല 6 7 ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞു മാത്രം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ.